വേദു ഇടങ്കണ്ണാൽ വിച്ചുവിനെ ഒന്ന് നോക്കി അവിടെ തന്നെ നിന്നു. ചെല്ലു വേദു. വേദു പോകാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ വൈഗ മെല്ലെ പറഞ്ഞു. വേദു ഡോർ തുറന്ന് വേഗം പുറത്തേക്കിറങ്ങി. നീളൻ വരാന്തയുടെ ഇരുവശത്തേക്കും അവൾ നോക്കി. ചേച്ചി എവിടെ? ഇരുവശത്തും നോക്കി, ആരുമില്ല. വിച്ചു ഡോർ തുറക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നവളെ പിന്നിൽ നിന്നും തള്ളി തുറന്നു കിടന്ന അടുത്ത റൂമിലേക്ക് കയറ്റി. എന്താ സംഭവിച്ചതെന്ന് ചിന്തിക്കാൻ പോലുമുള്ള അവസരം വേദുവിന് ലഭിച്ചില്ല എന്നതാണ് സത്യം. വേദു പകപ്പോടെ തിരിഞ്ഞു നോക്കിയ നിമിഷം വിച്ചു ഡോറടച്ച് അതിലേക്ക് ചാരി നിന്നിരുന്നു. വേദു ഭയന്നുപോയി. മുഖം താഴ്ത്തിക്കളഞ്ഞു. കുനിഞ്ഞ മുഖം അവൾ അമർത്തി തുടച്ചു. വേദു. അവൾക്കരികിലേക്ക് വന്നവൻ മെല്ലെ വിളിച്ചു. എനിക്ക് പേടിയാ വിച്ചേട്ടാ. മുഖം കുനിച്ച് പറയുന്നവളെ തോളിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. കരയല്ലേടി, നീ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല വേദു. വിച്ചുവിൻ്റെ നെഞ്ചിലേക്ക് അവൾ മുഖം പൂഴ്ത്തി വെച്ച് കരഞ്ഞു. വിച്ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ? നിനക്കിപ്പോൾ പ്രായം 17 വേദു. 1 വർഷം കൂടെ നീ ഒന്ന് ക്ഷമിക്കുക. എനിക്ക് പറ്റുന്നില്ല വിച്ചേട്ടാ. ആർത്തലച്ചവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചവൾ കരഞ്ഞു. കരയല്ലേ വേദു, പറ്റിപ്പോയി. അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി കുനിഞ്ഞിരുന്ന അവളുടെ മുഖം താടിത്തുമ്പിൽ പിടിച്ച ആ മുഖം ഉയർത്തി. വലത് കൈ ഉയർത്തി അവളുടെ കവിൾ തുടച്ചു. ഇരുകൈയും അവളുടെ കവിളിൽ ചേർത്ത് നെറ്റിയിലേക്ക് മുഖമടുപ്പിച്ച് അമർത്തി ഒന്ന് ചുംബിച്ചു. ഇനി വിഷമിച്ച് നടക്കുമോ? ചോദിക്കുമ്പോൾ അവൻ്റെ മിഴികളിലും നനവൂറിയിരുന്നു. ഇല്ലെന്നവൾ തല വിലങ്ങനെ അനക്കി. എങ്കിൽ പൊയ്ക്കോ, വാവ വന്നാൽ തിരക്കും. ഷോളൊന്നുകൂടെ നേരെയാക്കി വേദു വിച്ചുവിനെ നോക്കി. എന്തേ? എങ്കിൽ പൊയ്ക്കോ. വിച്ചു ഡോർ തുറന്നു കൊടുത്തു. വേദു ചെല്ലുമ്പോൾ വാവ അവളെ തിരക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നീ എവിടെ പോയതാടി? വാവ വേദുവിൻ്റെ കൈമുട്ടിൽ പിടിച്ചൊന്നുലച്ചു. ഒന്നാമത്തെ മനുഷ്യനിവിടെ തീ തിന്നാ ജീവിക്കുന്നത്, അതിൻ്റെ കൂടെ നീയും കൂടെ. ചേച്ചി, ഞാൻ ചേച്ചിനെ നോക്കി. ഞാനെന്താ ആരുടെയും കൂടെ അങ്ങ് പോയെന്നോർത്തോ എന്നെ തേടി ഇറങ്ങാൻ? എന്താ വാവ ഇത്? അവള് കുഞ്ഞല്ലേ. ബിന്ദു ചേച്ചി വാവയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഉള്ളിലൊരു കുന്നോളം സങ്കടങ്ങളുണ്ട്. അതാണ് ദേഷ്യമായി പുറത്തേക്ക് വരുന്നത്. താനും കൂടി ഇവരെ പോലെ ആയാൽ പിന്നെ ചുറ്റുമുള്ളവരെല്ലാം കൂടെ നന്നായി അങ്ങ് മുതലെടുക്കും. സങ്കടം വരുമ്പോൾ കരയണമെന്നും സന്തോഷം വരുമ്പോൾ ചിരിക്കണമെന്നും മറ്റുള്ളവരെ പോലെ കൂട്ടുകൂടി ആർത്തുല്ലസിച്ച് നടക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ മനസ്സ് തന്നെയാണ് തനിക്കും. പക്ഷേ പുറമേയുള്ള ഈ മുഖംമൂടി വലിച്ചെറിഞ്ഞ് കളയാനും ആഗ്രഹിക്കുന്നില്ല. ഇറങ്ങാം അമ്മേ. അല്പം കഴിഞ്ഞ് വിച്ചുവിൻ്റെ സാന്നിധ്യം വാതുക്കൽ അറിഞ്ഞു. ഞങ്ങളെങ്കിൽ നാളെ വരാം വാവേ. ഇന്നൊരു ദിവസം ക്യാൻറ്റീനിൽ നിന്നും വാങ്ങാം. നാളെ ഞാൻ ഉണ്ടാക്കി കൊടുത്തുവിടാം. അതൊന്നും വേണ്ട ചേച്ചി. അല്ലേ തന്നെ ഞങ്ങൾ കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ബൈസ്റ്റാൻഡിങ് ബെഡിലേക്ക് വാവ ചാരി നിന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും വരാം. കുളിച്ചു മാറാൻ ആർക്കും തുണിയൊന്നുമില്ലല്ലോ, എടുത്തോണ്ട് വരാം. വാവയും പോകാൻ തയ്യാറായി. ഇനി ചായ എടുത്ത് കൈ പിടിപ്പിച്ച് തന്നാലേ കുടിക്കുള്ളോ? എത്ര ദിവസമായി എന്നറിയാവോ ഈ പെണ്ണ് നേരെ ചൊവ്വേ വല്ലതും കഴിച്ചിട്ട്? വാവ വേദുവിനെ ദേഷ്യത്തിൽ നോക്കി. വേദു ഓടിപ്പോയി ഫ്ലാസ്ക് തുറന്ന അടപ്പിലേക്ക് ചായ പകർന്നു. വാവ വൈകിയെ പതിയെ പിടിച്ചു. പില്ലോ എടുത്ത് കട്ടിലേക്ക് ചാരി വെച്ച് മെല്ലെ വൈകിയെ ചാരിയിരുത്തി. എന്നിട്ട് നീയും കുടിക്ക. പുറത്തൊന്നും ഇറങ്ങി പോയേക്കരുത്. പോകില്ലെന്നറിയാം. മുന്നത്തെ പോലെ തന്നെ കണ്ടില്ലെന്നും പറഞ്ഞോ മറ്റോ ഇറങ്ങി പോകുമോ എന്നോർത്താണ് വാവ പറഞ്ഞത്. ഇറങ്ങുമ്പോൾ വിച്ചു വേദുവിനെ നോക്കി കണ്ണുകൾ കൊണ്ട് പോകുവാന്ന് പറഞ്ഞു. വേദു മെല്ലെ തലയനക്കി. ഇത് മുഴുവൻ കുടിക്ക് ചേച്ചി, ബണ്ണും തരട്ടെ? വേണ്ട മോളെ. വീണ്ടും ഫ്ലാസ്കിൻ്റെ അടപ്പ് ചുണ്ടിലേക്ക് മുട്ടിച്ചപ്പോൾ വൈഗ തടഞ്ഞു. കഴിക്കാനൊന്നും തോന്നുന്നില്ല, അതാണ് സത്യം. വാവേച്ചി വരുമ്പോൾ എന്നെ ആകും വഴക്ക് പറയുക. ചേച്ചി കുറച്ചുകൂടെ കഴിക്കുക. വിഷമത്തോടെ പറയുന്ന വേദുവിനെ കണ്ടപ്പോൾ വൈഗയ്ക്ക് സങ്കടം തോന്നി. വേദു ടേബിളിലിരുന്ന് 4 ബണ്ണുള്ള കവർ കയ്യിലെടുത്ത് പൊട്ടിച്ചതിൽ നിന്നും ഒന്നെടുത്ത് ബാക്കി ടേബിളിൽ തന്നെ വെച്ചു. ഫ്ലാസ്കിൽ നിന്നും അല്പം ചായ കൂടെ ഫ്ലാസ്കിൻ്റെ അടപ്പിലേക്ക് ഒഴിച്ചു. അല്പമായി മുറിച്ച് ചായയിൽ മുക്കി വൈഗയുടെ വായിലേക്ക് കൊടുത്തു. പകുതി കഴിച്ചതേ വൈഗ മതിയാക്കി. ബാക്കി വേദവും കഴിച്ചു. വാവ വിച്ചുവിനോട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഫോണിൻ്റെ ഫ്ലാഷ് തെളിച്ച് വേഗം കല്ലുകെട്ട് കയറി മുറ്റത്തേക്ക് നടന്നു. തിരികെ വിച്ചു തന്നെ കൊണ്ടാക്കണം.
ആശുപത്രിയിൽ നടന്നതും വൈകിയുടെ വിവരങ്ങളുമെല്ലാം മോഹനൻ പറഞ്ഞു. സുധാമയും രാഗിയും അറിഞ്ഞു. വാവ ആരെയും ശ്രദ്ധിക്കാതെ വീടിനുള്ളിലേക്ക് കയറി. കട്ടിലിനടിയിരുന്ന കറുപ്പും നീലയും നിറമുള്ള ബാഗ് വലിച്ചെടുത്ത് 3 പേരുടെയും തുണികളെടുത്തു ബാഗിനുള്ളിലാക്കി. ചേച്ചിയുടെ 2-3 ജോഡിയേ ഉള്ളൂ. ബാക്കിയൊക്കെ വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ ബാഗിലാക്കി കൊടുത്തു വിട്ടിരുന്നു. അടുക്കളപ്പുറത്തെ അയവള്ളിയിൽ നിന്നും ഇന്നേഴ്സും എടുത്ത് ബാഗിലേക്ക് വെച്ച് ബാഗടച്ച് അടുക്കളയിൽ ചെന്ന് ഒരു കുപ്പി വെള്ളവും 3 പ്ലേറ്റും 2 ഗ്ലാസും 1 തവിയും ചോറ് വാങ്ങിക്കാൻ ഒരു അടപ്പ് പാത്രവും എടുത്ത് ഷോപ്പറിലാക്കി. നീ ഇതെല്ലാം ചുമന്നോട്ട് എങ്ങോട്ടാ? എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമൊന്നും അല്ല. നീ എന്താ നിന്റെ ചേച്ചിയെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണോ? അവളെ അവളുടെ കെട്ടിയവൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടോണം. ജീവിതമാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നും പറഞ്ഞ് ഉടനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുവല്ല ചെയ്യേണ്ടത്. റൂമിലേക്ക് നടന്ന വാവ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും പിന്നാലെ നടന്ന് പറയുന്നുണ്ടായിരുന്നു സുധാമ. ഉവ്വോ? വാവ കളിയാക്കലോടെ ചോദിച്ചു. ഇനി രാഗിമോളും അങ്ങോട്ട് ചെല്ലുന്നുണ്ടല്ലോ. സുധാമ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ വാവയുടെ മുഖം ചുളിഞ്ഞു. മനുവിന് രാഗിമോളെ ഇഷ്ടമാ, സുധാമ ഗർവോടെ പറഞ്ഞു. ആഹാ, കൊള്ളാം, അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. കളിയാക്കി പറഞ്ഞിട്ട് പോകുന്ന വാവയെ നോക്കി രാഗി നിലത്താഞ്ഞു ചവിട്ടി. അവൾ കളിയാക്കിയത് കണ്ടില്ലേ അമ്മ? എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടുന്നതിൻ്റെ അസൂയ അവൾക്ക്. മോളത് കാര്യമാക്കണ്ട. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് വൈക ഞെട്ടലോടെ മുഖം ഒന്ന് പിന്നിലേക്ക് ചരിച്ചു. എന്തോ ആലോചനയോടെ കിടന്നതാണ്. വേദു ബാത്റൂമിലേക്ക് കയറിയതാണ്. അലക്സിൻ്റെ നിഴൽവട്ടം കണ്ടതെ മുഖം പതിയെ തിരിച്ച് നേരെ കിടന്നു. കണ്ണുകളടയ്ക്കുന്നവളെ കണ്ട അലക്സ് ഒന്ന് ചിരിച്ചു. തന്നെ കണ്ടിട്ടാണ്. അവൻ ബെഡിലിരുന്നപ്പോൾ അരികിൽ ബെഡിൽ അനക്കമറിഞ്ഞ വൈകിയുടെ നെഞ്ചിടി പേറി. എത്ര നാൾ നീ ഇനി എന്നെ കാണാതെ ഈ കണ്ണുകൾ അടയ്ക്കും വൈക? ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും അധികം കാണാൻ പോകുന്നത് എൻ്റെ മുഖമല്ലേ? അപ്പോൾ ഇപ്പോഴേ ഇങ്ങനെ അടച്ചുപൂട്ടിയാൽ എങ്ങനെ ശരിയാകും? തലയിലൂടെ മെല്ലെ അവൻ്റെ കൈകൾ തഴുകുമ്പോൾ വൈക മരവിച്ചതുപോലെ കിടന്നു. ഇനിയും മഹേഷിനൊപ്പം പോകണമെന്നൊരു തീരുമാനം നീ എടുത്താൽ, മുഴുവിപ്പിക്കാതെ താക്കിയതുപോലെ അവളുടെ ചെവിക്കരികിലേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞ് അവൻ മുഖം ഉയർത്തി അവളുടെ കവിളിൽ മെല്ലെയൊന്ന് തട്ടി. എൻ്റെ വൈക നല്ല അടി വാങ്ങിക്കും. ഒരു കടം ബാക്കി കിടപ്പുണ്ട്, അത് ഞാൻ തരുന്നുണ്ട്. ഇപ്പോൾ കുസൃതി നിറഞ്ഞ അവൻ്റെ ശബ്ദമാണ് കാതുകളിൽ പതിച്ചത്. ശ്വാസം അടക്കി പിടിച്ച് കിടക്കുന്നവളുടെ മേൽചുണ്ടിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങളെ ചൂണ്ടുവേലിൽ കൊണ്ടവൻ തുടച്ചു നീക്കി. വീണ്ടും വീണ്ടും ബെഡിലേക്ക് ഞരങ്ങി അമർന്ന 2 കൈയും ബെഡ്ഷീറ്റിൽ മുറുക്കി പിടിച്ചിരിക്കുന്നവളെ കണ്ട് ചുണ്ട് കടിച്ചു പിടിച്ചൊരു ചിരിയോടെ അല്പനേരം നോക്കിയിരുന്നവൻ. വൈക. കാറ്റുകുത്തിവിട്ട ബലൂൺ പോലെ വൈക ശ്വാസം വിട്ടു. അപ്പോഴും കണ്ണുകൾ തുറന്നില്ല. ബെഡിൽ നിന്നും അലക്സ് എഴുന്നേറ്റതറിഞ്ഞു. അനക്കൊന്നും കേൾക്കുന്നില്ലെന്നായപ്പോൾ വൈക കണ്ണുകൾ തുറന്ന് മുഖമൊന്നുയർത്തി ഡോറിന് നേരെ നോക്കി. ഡോർ തുറന്ന് കിടക്കുവാണ്. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചുവിട്ട് നേരെ നോക്കിയപ്പോൾ മുന്നിൽ കൈയും കെട്ടി ചെറു ചിരിയോടെ നിൽക്കുന്നു. വൈക കണ്ണും മിഴിച്ചു നോക്കി. പെട്ടെന്ന് മുഖം ചിരിച്ചു. ഒപ്പം കണ്ണുകളും അടച്ചു. ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾക്ക് ഭയമേറി. വേദു ഇറങ്ങി വരുമ്പോൾ ഇയാളിങ്ങനെ നിൽക്കുന്നത് കാണില്ലേ? ചേച്ചി. മുറുക്കി അടച്ചിരിക്കുന്ന കണ്ണുകൾ കണ്ട് വേദന കൊണ്ടാകുമെന്ന് വേദു ഭയന്നു. വൈക മടിച്ചു മടിച്ച് കണ്ണുകൾ തുറന്നു. എന്തു പറ്റി ചേച്ചി? വേദനയുണ്ടോ? വേദു ചോദിക്കുന്നത് കേൾക്കാതെ വൈക ചുറ്റും അലക്സിനെ തിരയുകയായിരുന്നു. ചേച്ചി ആരെയാണ് നോക്കുന്നത്? വൈക നോക്കുന്നത് പോലെ തന്നെ വേദുവും ചുറ്റും നോക്കി. ആരുമില്ല. ആരെങ്കിലും ഇവിടെ വന്നോ ചേച്ചി? പെർഫ്യൂമിൻ്റെ മണം പിടിച്ച് വേദു ചോദിച്ചു. ചേച്ചിയുടെ മുഖത്ത് ഭയമാണ്. ഇനി മഹേഷ്, അയാൾ വല്ലോ? ഇല്ല. വൈകിയെ സംശയത്തോടെ നോക്കി വേദു വീണ്ടും എന്തോ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും വാവയകത്തേക്ക് കയറി വന്നു. ബാഗ് കട്ടിലിലും വെച്ചു. കയ്യിലിരുന്ന ഷോപ്പർ ടേബിളിൻ്റെ പുറത്തും വെച്ചു. ടേബിളിൽ ബണ്ണും ഫ്ലാസ്കും മെഡിസിനും എല്ലാം നിരന്ന് കിടക്കുന്നു. ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചൂടെ വേദു? എല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നു. ഇതിനി ആർക്ക് തിന്നാൻ വെച്ചേക്കുവാ? 3 ബണ്ണ് ഇനിയും ഇരിക്കുന്നു. കവറെടുത്ത് ഒന്നുയർത്തിപ്പിടിച്ച് 2 പേരെയും രൂക്ഷമായി വാവ നോക്കി. ചുമ്മാ കിട്ടുന്നതല്ലേ ഇതല്ല? ആരോടൊന്നില്ലാതെ പിറുപിറുത്തുകൊണ്ട് വാവ ബണ്ണിൻ്റെ കവർ ഒരു ഷിമ്മി കവറിലാക്കി കെട്ടിവെച്ചു. വാവ ഒരുപാട് മാറിയതുപോലെ, നല്ല കാര്യപ്രാപ്തി വന്നതുപോലെ വൈക വാവയെ തന്നെ നോക്കി കാണുകയായിരുന്നു. ബാഗ് തുറന്ന് വേദുവിന് കുളിച്ചു മാറാനുള്ളത് എടുത്തു വെച്ചു.
പോയി കുളിക്ക്. ഡീ. കട്ടിലിലെടുത്ത് വെച്ച തുണിയും എടുത്ത് കുളിമുറിക്ക് നേരെ നടന്ന വേദു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ബാഗിൻ്റെ സൈഡിലെ അറയിൽ നിന്നും സോപ്പെടുത്ത് കവർ പൊട്ടിച്ച് തോർത്തുമെടുത്ത് വേദുവിനരികിലേക്ക് ചെന്ന് കയ്യിൽ വെച്ചു കൊടുത്തു. ഇതൊന്നും വേണ്ടേ? ഇനി കറങ്ങി തിരിഞ്ഞ് അതിനകത്ത് നിൽക്കാതെ വേഗം കുളിച്ചിട്ടിറങ്ങാം. തനിക്ക് കുളിച്ചു മാറാനുള്ളതും വൈകിക്കുള്ളതും വാവ എടുത്തു വെച്ചു. വേദു കുളിച്ചിറങ്ങിയപ്പോൾ അവളുടെ തോളിൽ കിടന്ന തോർത്തുമെടുത്ത് വാവ കയറി കുളിച്ചു. തിരിച്ചിറങ്ങി വരുമ്പോൾ വേദു വൈകിക്കരികിൽ സ്റ്റൂൾ വലിച്ചിട്ടിരിക്കുകയാണ്. അവളുടെ നീളമുള്ള തലമുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നു. മറ്റൊരു തോർത്തെടുത്ത് വാവ വേദുവിൻ്റെ തലമുടി ചുറ്റിക്കെട്ടി വെച്ചു കൊടുത്തു. കുളിമുറിയിലിരുന്ന ബക്കറ്റും എടുത്ത് വാവ പുറത്തേക്കിറങ്ങി. ചൂടുവെള്ളം വല്ലതും കിട്ടുമോ എന്ന് തിരക്കി ഇറങ്ങിയതാണ്. ഡ്യൂട്ടി റൂമിൽ ചെന്ന് തിരക്കിയപ്പോൾ രാവിലെ മാത്രമേ ഹീറ്റർ ഇടൂവെന്ന്. എന്താ? വാവ ബക്കറ്റും പിടിച്ച് നിൽക്കുന്നത് കണ്ട് അലക്സ് ചോദിച്ചു. ചൂടുവെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചതാ. ക്യാൻറ്റീനും അടച്ചു. ചേച്ചിയുടെ മേലൊന്ന് തുടച്ചു കൊടുക്കാൻ. വാ. ഡോക്ടർ മുന്നേ നടന്നുകൊണ്ട് വിളിച്ചപ്പോൾ തിരിഞ്ഞാ നേഴ്സുമാരെ ഒന്ന് നോക്കി അലക്സിന് പിന്നാലെ വാവ പോയി. ഇന്ന് ഡോക്ടർ പോകുന്നില്ലേ? ഡോക്ടർ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയിലാ. ആൻ കളിയാക്കലോടെ കൂടെയുള്ള സിസ്റ്ററിനോട് പറഞ്ഞു. ആ 104 പേഷ്യൻ്റ് വൈക. ആ പെണ്ണിൻ്റെ അനുജത്തിയാ പോയത്. കെട്ടിയോൻ ഇതുവരെ വന്നിട്ടില്ല. വഴക്കിട്ടതാകും. റിപ്പോർട്ടിലൊന്നും കുറിച്ചിട്ടുമില്ല. റൂബിൻ ഡോക്ടറുടെ പേഷ്യൻ്റ് ആയിരുന്നു. ഡോക്ടർ അലക്സ് നോക്കിക്കോളാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റിയത്. സിസ്റ്റർ സൂസൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അലക്സ് ഡോക്ടറെ ചേർത്ത് പറഞ്ഞ കഥയിലെ നായികയായത്. ആൻ പറഞ്ഞുകൊണ്ട് നൈറ്റിലേക്കുള്ള ഓരോരുത്തരുടെയും മരുന്നെടുത്ത് ഡ്രൈയിലേക്ക് വെച്ചു. ആണോ? സിസ്റ്റർ സൂസൻ അത്ഭുതത്തോടെ ചോദിച്ചു. താഴത്തെ നിലയിൽ ചതുരത്തിലുള്ള തന്നേക്കാൾ അല്പം പൊക്കമുള്ള ഒരു മെഷീൻ അരികിൽ ചെന്ന് ഡോക്ടർ നിന്നു. അതിൽ 2 പൈപ്പുണ്ട്. ഇതിൽ ചൂടും ഇതിൽ തണുത്തതും കിട്ടും. ഡോക്ടർ ഓരോ പൈപ്പിന് നേരെയും ചൂണ്ടിക്കാണിച്ചു. കുടിക്കാൻ എടുക്കുന്നതാ. ആവശ്യമെങ്കിൽ കുടിക്കാനും എടുക്കാം. മറുപടിയായി അവളൊന്ന് മൂളി. തല നനയ്ക്കാതെ വൈകോ കുളിച്ചോട്ടെ. കുറച്ച് ദിവസം ബ്ലീഡിംഗ് ഉണ്ടാകും. പേടിക്കണ്ടെന്ന് പറയും. തലയ്ക്ക് വേദനയോ മറ്റോ ഉണ്ടായാൽ അറിയിക്കണം. മേല് തുടയ്ക്കാൻ നിന്നാൽ വാവ അവളുടെ ദേഹത്തെ മുറിവുകളും പാടുകളും കാണും. പിന്നെ അവൾ പ്രശ്നമുണ്ടാക്കും. അതാണ് മേല് മാത്രം കുളിക്കട്ടെ എന്ന് അലക്സ് പറഞ്ഞത്. 2 പേരും പ്രത്യേക സ്വഭാവക്കാരായതുകൊണ്ട് ഇരുവരും മറ്റൊന്നും ചോദിച്ചതുമില്ല, പറഞ്ഞതുമില്ല. വെള്ളവും എടുത്ത് അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ മറികടന്നുപോയി. അവനും കൂടുതലൊന്നും ആഗ്രഹിച്ചതുമില്ല. അവൾ പോകുന്നത് നോക്കി തിരികെ തൻ്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പോയി. വാവ വെള്ളവുമായി അകത്ത് കയറി ഡോർ ചാരി. വെള്ളം കുളിമുറിയിൽ കൊണ്ടുവച്ചു. ചേച്ചിയുടെ തുണിയും തോർത്തുമെടുത്ത് കുളിമുറിയിൽ കൊണ്ടുവച്ചു. വാ. വൈകിയുടെ തലഭാഗം ഉയർത്തിക്കൊണ്ട് വാവ പറഞ്ഞു. വേദുവും ചേർന്ന് മെല്ലെ പിടിച്ചു. വൈകിക്ക് ശരീരത്തിനൊക്കെ വല്ലാത്ത വേദന തോന്നി. ഞാൻ മേല് കഴിയിക്കാം. വൈകിയുടെ തലമുടി പതിയെ ചുറ്റിക്കെട്ടി വെച്ചു. വേദന കൊണ്ടിടയ്ക്ക് അവളൊന്ന് മുഖം ചുളിച്ചു. സ്റ്റിച്ചിട്ട ഭാഗത്തെ തലമുടി കുറച്ച് പോയിട്ടുണ്ട്. വേണ്ട മോളെ, ഞാൻ തനിയെ ചെയ്തോളാം. പൊയ്ക്കോ. എങ്കിൽ ഡോറ് ലോക്ക് ചെയ്യണ്ട. പുറത്തേക്കിറങ്ങി വാവ ഡോറ് ചാരി. ഡ്രസ്സ് മാറ്റുമ്പോഴാണ് അവൾ തൻ്റെ മാറിലെയും വയറിലെയും പാടുകൾ കാണുന്നത്. കണ്ണുകൾ നീറിപ്പുകഞ്ഞു. ദന്തങ്ങൾ ആഴ്ന്നിറങ്ങിയ പാട്. പൂർണ്ണമായും ബോധം നശിച്ച് തന്നെ മനു ഉപദ്രവിച്ചിരിക്കുന്നുവെന്ന തിരിച്ചറിവിൽ അവൾ വിതുമ്പി വിതുമ്പി കരഞ്ഞു. മെല്ലെ മെല്ലെ കരച്ചിൽ ശബ്ദം ഉച്ചത്തിലായി. മുഖം പൊത്തിപ്പിടിച്ച് അലറി അലറി കരഞ്ഞു പോയിരുന്നവൾ. വന്ന വഴി ക്യാൻറ്റീനിൽ നിന്ന് ചോറും വാങ്ങിയാണ് വാവ വന്നത്. 3 പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി വയ്ക്കുമ്പോഴാണ് ചേച്ചിയുടെ കരച്ചിൽ കേൾക്കുന്നത്. വേദവും ഭയന്ന് ബാത്റൂമിന് നേരെ ഓടി. ചോറും പാത്രവുമെല്ലാം ബെഡിലേക്ക് വെച്ച് പകപ്പോടെ വാവയും ഓടിച്ചെന്നു.